കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവവും മെറിറ്റ് ഡേയും നടന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സഹകാർ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 പ്രവേശനോത്സവവും മെറിറ്റ് ഡേയും സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ അധ്യക്ഷനായിരുന്നു. ഏറ്റവും മികച്ച അധ്യാപകരാൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. നമുക്കറിയാം, കാഞ്ഞിരപ്പള്ളി കോർപ്പറേറ്റിലെ ഏറ്റവും മികച്ച സ്കൂളുകളിലൊന്ന് ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് കാഞ്ഞിരപ്പള്ളി കോർപ്പറേറ്റിന്റെ കീഴിൽ. അവിടെ അപ്പോൾ കട്ടപ്പനയിലേക്ക് വിടുന്ന അധ്യാപകര് കോർപ്പറേറ്റിലെ ഏറ്റവും മികച്ച അധ്യാപകരെയാണ് ഇവിടേക്ക് വിടുന്നത്. കട്ടപ്പന സെന്റ് ജോർജിലേക്ക് ഒരു അധ്യാപകനെ അയക്കാനായിട്ട് കോർപ്പറേറ്റ് മാനേജ്മെന്റ് തീരുമാനിക്കുമ്പോൾ ഒന്നും കൂടെ നോക്കും, എന്നിട്ട് അങ്ങോട്ട് അയക്കണം. കാരണം ഏറ്റവും മികച്ചവരെയാണ് ഇങ്ങോട്ട് അയക്കുക. അതിന്റെ എല്ലാ നന്മകളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഞാൻ എല്ലാ അധ്യാപകരെയും ഈ അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. വളരെ പ്രത്യേകമായിട്ട് മണി സാർ നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കും. എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം സാർ ഇവിടെ സൂചിപ്പിച്ചു തന്നെയാണ്. ഇവിടെ മണി സാറും ബിജുമോൻ സാറും ദീപു സാർ, അങ്ങനെ രണ്ട് ഹെഡ് മാസ്റ്റേഴ്സ്, ഒരു പ്രിൻസിപ്പൽ, അങ്ങനെ 3 തലവന്മാരുള്ള ഒരു സ്ഥാപനമാണ്. പക്ഷെ 3 പേരുണ്ടെങ്കിലും അവർ ഏകോദര സഹോദരങ്ങളെ പോലെയാണ്, ഒറ്റക്കെട്ടായിട്ടുണ്ട്. ഇവിടെ LKG മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കാനായിട്ടുള്ള സാഹചര്യം ഈ ക്യാമ്പസിൽ ഉണ്ടെന്നോ. ഒരൊറ്റ ക്യാമ്പസിൽ LKG മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കാനായിട്ടുള്ള സാഹചര്യമാണ്. അതിന് ഇവർ 3 പേര് ഒരുമിച്ച് നിൽക്കുന്നു. അവിടെ ഈഗോ വർക്കൗട്ട് ചെയ്യുന്നില്ല. ഈ സ്കൂളിന്റെ നന്മ മാത്രം. ഇവിടേക്ക് കടന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകണമെന്നുള്ള ആ ഉത്തമ ബോധത്തോടെ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് എല്ലാവരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് നല്ലൊരു കൈയടി കൊടുക്കാവുന്നത്. തീർച്ചയായിട്ടും അവരതിന് അർഹരാണ്. നന്നായിട്ട് പഠിപ്പിക്കുന്നത്. നമുക്ക് അതുകൊണ്ടാണ് ഈ വർഷം നമുക്ക് ഏറ്റവും കൂടുതൽ, എനിക്കൊന്ന് ഹയർ സെക്കൻഡറി ആരംഭിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ +2 ഫുൾ A+ കിട്ടുന്ന വർഷമായിരുന്നു. അടുത്ത വർഷം അതിൽ കൂടുതൽ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നമ്മുടെ കുട്ടികൾ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അവരുടെ മാതാപിതാക്കന്മാരുണ്ട്. നന്നായിട്ട് പരിശീലിപ്പിക്കുവാനും അവരുടെ ഏറ്റവും കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനും ഈ സ്കൂളില് മികച്ചവരായിട്ടുള്ള മികവ് തെളിയിച്ച അധ്യാപകരും. അതുകൊണ്ട് ആ ഒരു 100% റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ആ പ്രതീക്ഷയ്ക്ക് മങ്ങൽ നിൽക്കാതെ അത് കൂടുതൽ പ്രശോഭിപ്പിക്കാൻ ഇപ്പോഴും 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ, സ്കൂൾ മാനേജർ പറഞ്ഞതുപോലെ തന്നെ എനിക്കും നിങ്ങളോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. മക്കളെ, കഴുകന്റെ കണ്ണുപോലെയാണ് ഇന്ന് ഈ ചുറ്റുവട്ടം എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കാരണന്മാർക്ക് സ്കൂളിൽ വിടാൻ മാത്രമേ പറ്റത്തുള്ളൂ. മക്കളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കാൻ സാധിക്കില്ല. അധ്യാപകർക്ക് സ്കൂളിൽ വന്നെങ്കിൽ മാത്രമേ മക്കളെ നോക്കാൻ പറ്റത്തുള്ളൂ. മക്കളുടെ കൂടെ ഉണ്ടായിരിക്കില്ല. നിങ്ങളാണ് ചിന്തിക്കേണ്ടത്, ഞാൻ എങ്ങനെ പഠിക്കണം, എങ്ങനെ വളരണം, എങ്ങനെ നല്ലവരാകണമെന്ന്. നിങ്ങൾ മാത്രമാണ് ചിന്തിക്കേണ്ടത്. ഞങ്ങൾ മാതാപിതാക്കൾക്കാർക്കും സാധിക്കുകയില്ല. വീടിനും നാടിനും നന്മയുള്ള കുഞ്ഞുങ്ങളായിട്ട് വേണം നിങ്ങൾ വളരാന്. നിങ്ങളിലൂടെ വേണം നിങ്ങളുടെ നാടറിയാന്, നിങ്ങളുടെ പ്രദേശം അറിയാന്. ഇപ്പൊ ഇവിടെ ഈ കട്ടപ്പനയിൽ തന്നെയുള്ള കുഞ്ഞുങ്ങളല്ല ഉള്ളത്, പല പ്രദേശങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ബസ്സിൽ കയറി വരുന്നവരുണ്ട്, സ്കൂൾ ബസ്സിന് വരുന്നവരുണ്ട്. മക്കളെ, കഴുകന്റെ കണ്ണുകളാണെന്ന് തന്നെ നിങ്ങൾ
ചിന്തിക്കുക. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. നിങ്ങൾക്കിപ്പം നിങ്ങളുടെ കടമ പഠിച്ചു വലിയവരാകുക. ഒരു ജനപ്രതിനിധിയാകാൻ എളുപ്പമാണ്, പക്ഷേ ഒരു ഡോക്ടർ ആകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ മനസ്സിൽ കണ്ട് നിങ്ങൾ ആരാകണമെന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്റെ മക്കൾ ഇവിടെ +2, +1 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി ആദരിച്ചു. Sean Desmond. Sean K. Cecil സമ്മാനം ഏറ്റുവാങ്ങുന്നു. പവിൻ പി. ആത്മിക ടി. പവിൻ പി സമ്മാനം ഏറ്റുവാങ്ങുന്നു. ആത്മിക ടി. അമൃത. നഗരസഭാ കൗൺസിലർ സോണിയ JB, സ്കൂൾ പ്രിൻസിപ്പൽ മാണി KC, PTA പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജുമോൻ ജോസഫ്, LP സ്കൂൾ ഹെഡ് മാസ്റ്റർ ദീപു ജേക്കബ്, ജോജോ മോളോപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ മരുന്നുകൾക്കും 15 മുതൽ 60% വരെ വിലക്കുറവ്. സഹകാർ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. ഒരു ഫോൺ കോളിൽ മരുന്നുകൾ ഇനി വീട്ടിലെത്തും. ജനറിക് മരുന്നുകൾക്ക് 70% വിലക്കുറവ്. ബ്രാൻഡഡ് മെഡിസിൻസ്, ഫുഡ് സപ്ലിമെന്റ്സ്, സർജിക്കൽ ഐറ്റംസ്, പെറ്റ് ഫുഡ്, ആയുർവേദിക് മെഡിസിൻസ്, കോസ്മെറ്റിക് ഐറ്റംസ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ബേബി കെയർ പ്രൊഡക്ട്സ്. രാത്രി 2 മണി വരെ ഞങ്ങളുടെ ഷോപ്പിൽ നിന്നും മരുന്നുകൾ ലഭ്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരത്തോടെ സഹകാർ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന.